എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വിഷാദ രോഗത്തിനെ കുറിച്ച് നോക്കാം. അതായത് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഒട്ടുമിക്ക ആൾക്കാരും പറയുന്നതാക്കാം ഞാൻ ഡിപ്രഷനിലൂടെ കടന്നുപോയി എന്നുള്ളത്. ഓരോരാളും അവരുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും തലത്തിൽ ഡിപ്രഷനിലൂടെ പോകുന്നുണ്ട്. ശാരീരിക രോഗത്തിനെക്കാട്ടിയും അപകടം പിടിച്ചതാണ് മാനസിക രോഗം എന്നുള്ളത്. ഇന്ന് മനുഷ്യൻ അനുഭവിക്കുന്ന സകല രോഗത്തിന്റെ കാരണം മാനസിക രോഗമാണ്. നിരന്തരമായ സങ്കടവും താല്പര്യക്കുറവും, ഏതെങ്കിലും ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ, ആ ജോലി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്ന അവസ്ഥയിലോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് ഡിപ്രഷന്റെ ഭാഗമായിട്ടാണ് ഉണ്ടാകുന്നത്. ഇന്ത്യയിൽ 38.6% സ്ത്രീകൾക്കും 28.5% പുരുഷന്മാർക്കും ഈ ഡിപ്രഷൻ അവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത് ഇന്ന് ഡിപ്രഷൻ അനുഭവിക്കുന്നവരുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു കണക്ക് അവരെടുത്ത് നോക്കുമ്പോൾ ഡിപ്രഷൻ അനുഭവിക്കുന്ന വിഷാദ രോഗികളുടെ എണ്ണം കണക്കാക്കി അവർക്ക് അതിൻ്റെ സൊല്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷാദ രോഗം കൂടിക്കഴിഞ്ഞാൽ പലരും ആത്മഹത്യയിലേക്ക് പോകുന്നു. ആത്മഹത്യ ചെയ്തവരുടെ നിരക്ക് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിഷാദ രോഗികളായിട്ടാണ് അറിയാൻ കഴിയുന്നത്. വിഷാദഭാവം താൽക്കാലികമാണ്. അത് നമുക്ക് ഒരു ദിവസത്തിലൊരിക്കൽ അങ്ങനെ ഒരു വിഷാദഭാവത്തിൽ ഇരിക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അത് ഒരു ദിവസം മുഴുവൻ നമ്മൾ കൊണ്ടു നടക്കുന്ന 2 ദിവസം 3 ദിവസം അങ്ങനെയാണെങ്കിൽ അതിനെ വിഷാദ രോഗമായിട്ട് കണക്കാക്കുന്നത്. 9 ലക്ഷണങ്ങളാണ് ഇതിന് കാര്യമായിട്ട് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഏതെങ്കിലും ലക്ഷണങ്ങൾ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിഷാദ രോഗം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഒന്നാമത്തെ വിഷയം വിഷാദഭാവം. അതായത് സ്ഥിരമായിട്ട് 1-2 ദിവസത്തിലധികം നമുക്ക് വിഷാദഭാവത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഒരു സന്തോഷവും തിരിച്ചു വരുന്നില്ല, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട പോലെ നമുക്കൊരു തോന്നലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിഷാദഭാവത്തിലാണ്, വിഷാദ രോഗത്തിലാണെന്ന് പറയാൻ വേണ്ടി പറ്റും. മുൻപ് വളരെ ആവേശത്തോടെ ചെയ്ത ജോലി ഇപ്പം ആവേശത്തോ ഒന്നും ഇല്ലാണ്ട് ചെയ്യുന്ന ഒരു മടുപ്പോട് കൂടി ചെയ്യുകയാണെങ്കിൽ അതിനെ വിഷാദ രോഗത്തിന്റെ ലക്ഷണമായിട്ട് കണക്കാക്കാൻ വേണ്ടി പറ്റും. അകാരണമായ ക്ഷീണം, കട്ടിൽ നിന്ന് എണീക്കാനൊന്നും പറ്റില്ല, എപ്പോഴും കിടക്കണമെന്നുള്ള ചിന്തയൊക്കെ വിഷാദ രോഗത്തിന്റെ ലക്ഷണമായിട്ട് വരും. ചില ആൾക്ക് ഉറക്കക്കുറവായിരിക്കും, ചില ആൾക്ക് ഉറക്കം കൂടുതലായിരിക്കും. ഇതും വിഷാദ രോഗത്തിന്റെ ലക്ഷണമാണ്. അമിതമായിട്ട് വിശപ്പില്ലായ്മ വരുന്നത്, വിശപ്പ് വളരെ കുറവായിരിക്കും ഇത്തരം സന്ദർഭങ്ങളിൽ. ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള കഴിവില്ലായ്മ ഇത്തരം ഘട്ടത്തിൽ കാണാൻ വേണ്ടി പറ്റും. ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ പെട്ടെന്ന് തീർക്കാനൊന്നും പറ്റില്ല, നമുക്ക് തന്നെ അറിയില്ല അതെന്തുകൊണ്ടാണെന്ന്. അങ്ങനെ ഒരു മടുപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഒരുപാട് ചിന്തിക്കാൻ കഴിയാത്ത അവസ്ഥ. ശാരീരികമായിട്ട് നമുക്ക് വിചാരിക്കും എന്തൊന്നും കഴിയുന്നില്ല എന്നുള്ള തോന്നൽ. ഇതന്നെ നമ്മുടെ ജോലി കുറച്ച് ചെയ്യേണ്ട തോതിലേക്ക് നമ്മൾ വരും. പിന്നെ എപ്പോഴും നിരാശയുടെ ചിന്തകൾ മാത്രമേ വരുള്ളൂ. ഒരു സന്തോഷത്തിന്റെ ഒരു കണിക പോലും നമ്മുടെ ലൈഫിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. പിന്നെ ഉള്ളത് കടുത്ത കുറ്റബോധം ഉണ്ടാവും. എന്നെ ആർക്കും വേണ്ട എന്നുള്ള ചിന്തയൊക്കെ വരും. അതുപോലെ ആത്മഹത്യ ചെയ്യാനുള്ള ടെൻഡൻസി, എപ്പോഴും മരിക്കണം എന്നുള്ള ചിന്തയൊക്കെ വിഷാദ രോഗത്തിന്റെ ഫലമായിട്ട് വരും. ഇനി ഈ വിഷാദ രോഗത്തിൽ എത്താനുള്ള കാരണമാണ് ഒന്നാമത് നമ്മൾ നന്നായിട്ട് സ്നേഹിച്ചിരുന്ന വ്യക്തി നമ്മളെ വിട്ടുപോകുന്ന, അത് ഒരു സുഹൃത്തായിക്കാം, ലൈഫ് പാർട്ട്ണറായിക്കാം, ആരായിക്കോട്ടെ. നമ്മുടെ ലൈഫിൽ നിന്ന് ഒരാൾ അത്രയും നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് വിട്ടുപോകുമ്പോൾ അതിൻ്റെ അകത്തിൽ നമുക്ക് ഡിപ്രഷൻ തോന്നാറുണ്ട്. പ്രണയ നൈരാശ്യത്തോടുകൂടെ വരാറുണ്ട്. ഒരു ജോലി പെട്ടെന്ന് പോയി വിചാരിക്കാണ്ട്, അല്ലെങ്കിൽ ഒരു പൈസ നമുക്ക് പെട്ടെന്ന് അത് നമ്മുടെ നഷ്ടപ്പെട്ടു, അപ്പോഴേക്കും നമ്മളൊരു ഡിപ്രഷൻ മോഡിലേക്ക് പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. പിന്നെ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇത് മാറുന്നില്ലല്ലോ, ഞാൻ രോഗിയായി എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഈ രോഗത്തിലേക്ക്, വിഷാദ രോഗത്തിലേക്ക് പോകുന്നത് കാണാൻ വേണ്ടി പറ്റും. പിന്നെ നമ്മൾ അത്രയും വിശ്വസിച്ച ഒരാൾ പെട്ടെന്ന് നമ്മളെ ചതിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു വിഷാദ ഭാവത്തിലേക്ക് പോകും. അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പ്രകൃതി ദുരന്തം വന്ന് നമ്മുടെ ആ ഒരു ജീവിത സ്ഥിതിയൊക്കെ പെട്ടെന്ന് മാറുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ചിന്ത കൊണ്ട് നമ്മൾ വിഷാദ രോഗത്തിലേക്ക് മാറിപ്പോകാറുണ്ട്. പിന്നെ ബാല്യകാലത്തിൽ എന്തെങ്കിലും ദുരനുഭവം നേരിട്ടിട്ടുണ്ടെങ്കിൽ അതന്നെ നമുക്ക് മനസ്സിനെ അലട്ടുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും വലുതാകുമ്പോൾ നമുക്ക് വിഷാദഭാവം ഉണ്ടാകാറുണ്ട്. പിന്നെ കുറേ തരത്തിലുള്ള ഡിപ്രഷൻ ഉണ്ട്. അതിലൊന്നാണ് ക്ലിനിക്കൽ ഡിപ്രഷൻ ഓർ മേജർ ഡിപ്രഷൻ എന്ന് പറയും. നമ്മുടെ ദൈനംദിന പ്രവൃത്തി ചെയ്യുന്നതിലൂടെയുള്ള ഡിപ്രഷൻ, അതായത് നമുക്ക് ആ ദൈനംദിന പ്രവൃത്തി ചെയ്യാതിരിക്കാൻ പറ്റാതെ വരുമ്പോഴുള്ള ഒരു ഡിപ്രഷനാണ് ഇത്. യൂണിപോളാർ ഡിപ്രഷൻ, നമ്മൾക്ക് വിഷാദ രോഗലക്ഷണങ്ങൾ മാത്രമാണ് ഇത് കാണിക്കുന്നത്. ബൈപോളാർ ഡിപ്രഷൻ ഉന്മാദവും വിഷാദവും മാറി വരുന്ന അവസ്ഥയാണ്. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, പ്രസവവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്തരം ഡിപ്രഷൻ ഉണ്ടാവുക. പെരിപാർട്ടം ഡിപ്രഷൻ ഗർഭാവസ്ഥയിൽ കാണുന്ന ഡിപ്രഷനാണ്.
എപ്പിഡിക്കൽ ഡിപ്രഷൻ, അമിതമായിട്ടുള്ള ഉറക്കമാണ് ഇതിന്റെ ലക്ഷണം. മെലക്കോളിക് ഡിപ്രഷൻ, ഉറക്കം, വിശപ്പ്, ലൈംഗിക ഇത് കൂടുകയും കുറയുകയും ചെയ്യുന്നത് ഇത്തരം ഡിപ്രഷനായിട്ട് കണക്കാക്കുന്നതാണ്. സൈക്കോട്ടിക് ഡിപ്രഷൻ, ആരെയൊക്കെയോ എന്നെ കൊല്ലാൻ വരുന്നുള്ള എന്ന ചിന്ത, ഭയം. സീസണൽ ഡിപ്രഷൻ, ഇത് സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഒരു കാലാവസ്ഥ മാറുമ്പോൾ അമിതമായിട്ട് മഴ പെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിനൊരു മടുപ്പ് തോന്നും. അതാണ് സീസണൽ ഡിപ്രഷൻ എന്ന് പറയുന്നത്. സ്ത്രീകളിൽ 3 തരത്തിലാണ് ഈ ഡിപ്രഷൻ ഉണ്ടാകുന്നത്. ഒന്ന് ആർത്തവം ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ, പിന്നെ ആർത്തവം നിൽക്കുന്ന അവസ്ഥയിൽ, ഗർഭാവസ്ഥയിൽ. രോഗമല്ല, ഒരു അവസ്ഥയാണ് മനസ്സിൽ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ട്രീറ്റ്മെൻറ്റാണ് അക്യുപഞ്ചർ ചികിത്സ എന്നുള്ളത്. അതിൽ പൾസ് നോക്കി നിങ്ങൾക്ക് ആ പോയിന്റിൽ ഏതാണോ നിങ്ങളുടെ ശരീരത്തിലുള്ള 5 എലമെന്റ്സിൽ ഇൻബാലൻസ് ഉള്ളത് അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വിശപ്പും ദാഹവും വിശ്രമവും ഉറക്കമൊക്കെ ശരിയാക്കിക്കൊണ്ട് നിങ്ങൾക്കതിനെ ചികിത്സിക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റം വരുന്നത് കാണാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ശരീരത്തിലെ എനർജി ലെവലിൽ ഒന്ന് ബാലൻസ്ഡ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ മാനസികമായിട്ട് എന്ത് സ്ട്രെസ്സിലാണോ പോകുന്നത് അത് തിരിച്ചു കൊണ്ടുവന്ന് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, താങ്ക് യു.